രാത്രി നടന്ന കാര്യങ്ങളിലേക്കാണ് കിടക്കുന്നത്. ഒരാവശ്യമില്ലാത്ത കാര്യമാണ് അനുമോൾ ചെയ്തത്. നെവിൻ്റെ അടുത്ത് അനീഷിനോട് ചെന്ന് പറയുക, എനിക്ക് അങ്ങനെയൊന്നും അനീഷേട്ടനെ കാണാൻ പറ്റില്ല എന്നുള്ളത്. ആ രീതിയിൽ സംസാരിച്ച് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. നെവിൻ അത് പോയിട്ട് നെവിൻ്റേതായ രീതിയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത്. പക്ഷേ അനീഷിനത് അത്രയും ഇഷ്ടപ്പെടുന്നില്ല. തിരിച്ചു വന്നിട്ട് അനീഷ് നെവിനെ വിളിച്ച് പറയുന്നുണ്ട്, നെവിൻ്റെ കാര്യം നോക്ക്, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം. അതും നെവിൻ വളച്ചൊടിച്ച് അതിനിടയിൽ നുഴയുടെയും അടുത്ത് നിന്ന് അനുമോളുടെ അടുത്ത് നിന്ന് പറയുന്നുണ്ട്, അനീഷ് ചേട്ടൻ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട, ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയുന്നു. അനീഷ് കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ വന്ന് കിടക്കുന്നുണ്ട് രാത്രി. നെവിൻ പിന്നെ ഇവരെ ചൊറിയാനായിട്ട് തുടങ്ങുകയാണ്, അനുമോളുടെയും അനീഷിൻ്റെയും കാര്യങ്ങൾ. ആദിലയുടെയും നൂറയുടെയും ഇടയിൽ കിടന്നിട്ടാണ് ഓരോന്ന് പറയുന്നത്. ഓരോ തമാശ രൂപത്തിൽ ഇവരെ കളിയാക്കുന്നു, അത് പറയുന്നു. പിന്നെ കല്യാണത്തിൻ്റെ കുരവിടുന്ന രീതിയിലുള്ള മ്യൂസിക് ഉണ്ടാകുന്നു. ആദ്യം അനുമോൾ ദേഷ്യത്തിൽ നെവിനെ നോക്കുന്നുണ്ട്. പക്ഷേ നെവിൻ അത് കണ്ടതോടുകൂടി ഒന്നും കൂടി കൂടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അനുമോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി ഗാർഡൻ ഏരിയയിലോട്ട് പോവാണ്. ഇവർ പിന്നെയും മനീഷിനെയും അനുമോളെയും പറ്റി ഓരോ തമാശകൾ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് നെവിൻ. ബാക്കിയുള്ളവരും മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ നെവിൻ രസകരമായ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അനീഷ് എണീറ്റ് നെവിൻ്റെ അടുത്ത് പറയുന്നത്, നെവിൻ നീ മിണ്ടാതെ കിടന്നു, നീ മതി പറഞ്ഞു, സംസാരിക്കാണ്ട് കിടക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നെവിൻ അനുസരിക്കുന്നില്ല. അപ്പോൾ അനീഷിന് തോന്നി ഇത് നെവിൻ ഇങ്ങനെ കളിയാക്കുന്നതുകൊണ്ടാണ് അനുമോൾ എണീറ്റ് പോകുന്നതെന്ന്. അപ്പോൾ അനീഷ് എണീറ്റ് നെവിൻ്റെ അടുത്ത് പറയുന്നു, ഒരാൾ ഉറങ്ങാതെ വിടുന്നത് മോശം സ്വഭാവമാണ് നെവിൻ എന്ന് പറഞ്ഞിട്ട് അനീഷ് എന്താ പറയുക, അനീഷ മൈക്ക് എടുത്തണിഞ്ഞ് പുറത്തേക്ക് പോകണം. എന്നിട്ട് അനുമോളുടെ അടുത്ത് ചെന്നിട്ട് പറയണേ, വന്ന് കിടക്ക്, എൻ്റെ മോളെ നിന്നൊന്നും വിളിക്കുന്നില്ല, ഇപ്പോൾ വന്ന് കിടക്ക്, വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അനുമോൾ അനുസരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെ നൂറയും എനിക്ക് പോകുന്നുണ്ട് നെവിൻ്റെ അടുത്ത്. ഇത് എന്ത് ചൊറിയാണ് നെവിൻ, ഇതിങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അക്ബറും പറയുന്നുണ്ട്. അപ്പോൾ നൂറയുടെ അടുത്ത് അനുമോൾ തിരിച്ച് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് പറഞ്ഞതെന്ന്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, ഇങ്ങനെ അനീഷേട്ടൻ നെവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പം അനു പറയുന്നുണ്ട്, എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങിയത് കൊണ്ട് ഇപ്പോൾ ഉറക്കം വരുന്നില്ല, അതാണ് ഞാൻ പോയി കിടന്നതെന്ന് പറഞ്ഞിട്ട് വേഗം അനീഷ് വിളിച്ചതല്ലേ എന്നുള്ള, ഇനി വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ വേഗം അനുമോൾ അവിടെ ബെഡിൽ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇപ്പോഴും ഇവരടക്കം പറഞ്ഞ് ചിരിക്കലൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. നെവിനും അക്ബറും നൂറയും. ആദില കിടന്നുറങ്ങി. ഷാനവാസ് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഷാനവാസിൻ്റെ ബെഡിൽ ഇങ്ങനെ മിററിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി അവിടെ ഇരിക്കുന്നുണ്ട്. അതിനിടയിൽ രസകരമായിട്ട് അനുമോൾ വേറൊരു കാര്യം പറയുന്നുണ്ട്. അനുമോൾ പ്രാരാബ്ദങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അനീഷ് എണീറ്റ് പോകുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു പക്ഷേ 2 കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണമുള്ളൂ, എനിക്ക് കുറേ പ്രാരാബ്ദങ്ങളുണ്ടെന്നൊക്കെ കേട്ടപ്പോൾ ഇനിയിപ്പോൾ ഇവളുടെ പ്രാരാബ്ദങ്ങൾ മുഴുവനും ഞാൻ വീട്ടേണ്ടി വരുമോ ദൈവമേന്ന് ഓർത്തിട്ട് ചിലപ്പോൾ എനിക്ക് പോയതായിരിക്കുമോ എന്നൊക്കെ ചോദിച്ച് രസകരമായിട്ട് അനുമോൾ ഡിസ്കസ് ചെയ്യേണ്ടത് നേരത്തെ. പക്ഷേ ഇവിടെ നെവിൻ കുറച്ച് ഓവറാക്കുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട്. കാരണം നെവിൻ തുറന്ന് പറയുന്നുണ്ട്, ഇതൊരു മൈൻഡ് ഗെയിമാണ്, എല്ലാവരെയും ഡൗൺ ആക്കാൻ കിട്ടിയ അവസരം ഞാൻ പാഴാക്കില്ല, ഞാൻ അനീഷേട്ടൻ്റെ ഗെയിം ഡൗൺ ആക്കരുതെന്ന് പറയാനാണ് അനുമോൾ നെവിനെ അനീഷിൻ്റെ അടുത്തോട്ട് വിടുന്നത്. ഗെയിമിനെ ബാധിക്കരുത്, ഞാൻ അങ്ങനെയല്ല കരുതിയെന്ന് പറയാൻ. പക്ഷേ നെവിൻ അത് അവരോട് തന്നെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, അനീഷിനോടും പറയുന്നുണ്ട്, അനുമോളുടെ അടുത്തും വന്ന് പറയുന്നുണ്ട്, ഇതൊരു മൈൻഡ് ഗെയിമാണ്, ഞാൻ ചിലപ്പോൾ ഡൗൺ ആക്കാൻ കിട്ടിയ സന്ദർഭങ്ങളൊന്നും പാഴാക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നെവിൻ സംസാരമൊക്കെ നിർത്തി എല്ലാവരും ഉറങ്ങാൻ തുടങ്ങുകയാണ്. പക്ഷേ എന്തായാലും അനീഷിന് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് അനുമോളുടെ അടുത്ത്. എന്തായാലും ഇനി ഞാൻ കാരണമാണല്ലോ അനുമോളിന് ഇങ്ങനെയുള്ള ഈ കളിയാക്കലൊക്കെ നേരിടേണ്ടി വരുന്നത് എന്നുള്ളൊരു കുറ്റബോധവും അനീഷിനുണ്ട് എന്തായാലും.